എസ്റ്റാബ്ലിഷ്മെന്റ് ഭേദഗതി ബിൽ നിരാശാജനകം. AHMA വിവിധ ചികിത്സാ വിഭാഗത്തിൽപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളുടെ ചികിത്സാ നിലവാരം ഉറപ്പുവരുത്തുകയും ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആയുർവേദ ചികിത്സാ സ്ഥാപനങ്ങൾക്കുള്ള മിനിമം നിബന്ധനകൾ യാഥാർത്ഥ്യബോധമില്ലാത്തതും വർഷങ്ങളായി പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടേണ്ടുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളതാണ്. ഈ വസ്തുത ആയുർവേദ രംഗത്തെ സംഘടനകളും വിവിധ മാധ്യമങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതുമാണ്. എന്നിട്ടും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് സംബന്ധിച്ച് ഏറ്റവും പുതുതായി നടക്കുന്ന ഭേദഗതിയിലും ഇവയൊന്നും പരിഗണിച്ചില്ല എന്നത് പ്രതിഷേധാർഹമാണ്. നിലവിലിരുന്ന നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ആയുർവേദത്തിന്റെ അടിസ്ഥാന ഘടകമായ രോഗപ്രതിരോധ ജീവിതശൈലിയുടെ ഭാഗമായ ഭക്ഷണ പരിഷ്കരണം, വ്യായാമ പരിശീലനം മുതലായവയടങ്ങിയ ലൈഫ് സ്റ്റൈൽ ക്ലിനിക്ക് മുതൽ കിടത്തി ചികിത്സയില്ലാതെ പ്രമേഹ രോഗത്തിന് OP തലത്തിൽ ചികിത്സ നൽകുന്ന പ്രമേഹ ക്ലിനിക്ക്, കേവലം ആരോഗ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ വെൽനസ് ആൻഡ് പ്രിവെന്റീവ് ക്ലിനിക്, വാതരോഗ സംബന്ധമായ രോഗങ്ങൾക്ക് OP തലത്തിൽ മാത്രം ചികിത്സ നൽകുന്നതിനുള്ള ആയുർവേദ റുമാറ്റോളജി ക്ലിനിക്, ത്വക്ക് രോഗങ്ങൾക്ക് പ്രാഥമിക തലത്തിൽ OP ചികിത്സ നൽകുന്ന ത്വക്കുരോഗ ക്ലിനിക്, തലമുടി, ചർമ്മം, നഖം മുതലായവയുടെ സ്വാഭാവിക പരിചരണത്തിനായി നടത്തുന്ന ആയുർവേദ സൗന്ദര്യവർദ്ധക ചികിത്സ, കണ്ണ് പരിശോധന, കണ്ണിൽ തുള്ളിമരുന്നൊഴിക്കുക മുതലായ അടിസ്ഥാന നേത്ര പരിചരണം ചെയ്യുന്ന ജനറൽ നേത്രരോഗ ക്ലിനിക്ക്, ചെറിയ മുറിവുണ്ടായാൽ അത് വൃത്തിയാക്കുന്നതിനും ഉണങ്ങുന്നതിനുമുള്ള ആയുർവേദ മരുന്നുകൾ വച്ചുകെട്ടുന്നതിനുമുള്ള വ്രണചികിത്സാ ക്ലിനിക്, സ്ത്രീ രോഗങ്ങൾക്ക് OP തലത്തിൽ മരുന്നുകൾ നൽകുന്ന സ്ത്രീരോഗ ക്ലിനിക്, അസ്ഥിസന്ധി മർമ്മ ചികിത്സകൾ OP തലത്തിൽ നൽകുന്ന അസ്ഥിസന്ധി മർമ്മ ക്ലിനിക് തുടങ്ങിയ അടിസ്ഥാന ചികിത്സകൾ OP തലത്തിൽ ചെയ്യുന്ന ക്ലിനിക്കുകൾ പോലും നടത്തുന്നതിന് പോസ്റ്റ് ഗ്രാജുവേഷനോ PG ഡിപ്ലോമയോ ഉള്ള ആയുർവേദ ചികിത്സകർ പ്രസ്തുത MSR പ്രകാരം നിർബന്ധമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രസവാനന്തര പരിചരണം, പഞ്ചകർമ്മ തെറാപ്പി സെന്റർ എന്നിവ പോലും നടത്തുന്നതിന് ഇതുവരെ ഇല്ലാത്ത തലത്തിൽ PG അഥവാ PG ഡിപ്ലോമയുള്ള ചികിത്സകൾ വേണമെന്ന നിബന്ധനയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള BAMS മാത്രമുള്ള ആയുർവേദ ഡോക്ടർമാർ ഇതുവരെയും നിയമാനുസൃതം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയാണ്. മേൽപ്പറഞ്ഞ രോഗങ്ങൾക്ക് OP തലത്തിൽ ചികിത്സ നൽകുന്ന സർക്കാർ ആയുർവേദ ഡിസ്പെൻസറികളിലും അവയ്ക്ക് കീഴടങ്ങി ചികിത്സ നൽകുന്ന സർക്കാർ ആയുർവേദ ആശുപത്രികളിലും ഈ നിബന്ധനകൾക്കനുസരിച്ച് യോഗ്യതയുള്ള ചികിത്സകരെ സർക്കാർ ഉറപ്പുവരുത്താതെ സ്വന്തം ഉപജീവനത്തിനായി നിയമാനുസൃതം ക്ലിനിക്കുകളും ട്രീറ്റ്മെന്റ് സെന്ററുകളും നടത്തുന്ന സ്വകാര്യ ആയുർവേദ ചികിത്സകർക്കുമീതെ ഇത്തരം നിബന്ധനകൾ സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ആയുർവേദ മേഖലയെ തകർക്കാനേ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇത്തരം ക്ലിനിക്കുകൾ നടത്തുന്നതിന് നിർദ്ദേശിച്ചതിലെ ഒരു യോഗ്യതയായ ആയുർവേദത്തിലെ PG ഡിപ്ലോമകൾ അടുത്തിടെ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ നിർദ്ദേശപ്രകാരം പിൻവലിക്കുകയാണ് എന്നതുകൂടി ഇതോടൊപ്പം കണക്കിലെടുക്കുമ്പോൾ വളരെ കുറച്ച് ആയുർവേദ ബിരുദാനന്തര ബിരുദ സീറ്റുകൾ മാത്രമുള്ള കേരളത്തിലെ ആയുർവേദ രംഗത്തിന് ഈ നിബന്ധന ഉണ്ടാക്കാനിടയുള്ള ആഘാതം ചിന്തിക്കുന്നതിനും അപ്പുറത്തുമായിരിക്കുമെന്നാണ് ആയുർവേദ മേഖലയിലെ പ്രഗത്ഭരുടെ അഭിപ്രായം. ആയുർവേദ നഴ്സ്, ഫാർമസിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് എന്നിവർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോഴ്സ് പാസ്സായവരാകണമെന്നാണ് MSRലെ മറ്റൊരു നിബന്ധന. ആയുർവേദ നഴ്സ്, ഫാർമസിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് എന്നിവയ്ക്ക് സംസ്ഥാനത്ത് അംഗീകൃത കൗൺസിൽ നിലവിലില്ല. മാത്രമല്ല, സംസ്ഥാന സർക്കാർ 2-3 ആയുർവേദ കോളേജുകളിൽ മാത്രമാണ് ഈ കോഴ്സുകൾ നടത്തുന്നത്. അതും എല്ലാ വർഷവും ഇല്ലതാനും. ഇക്കാരണത്താൽ ആയുർവേദ മേഖലയിൽ സർക്കാർ സ്ഥാപനത്തിൽ പഠിച്ച ആയുർവേദ നഴ്സ്, ഫാർമസിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് എന്നിവർ ആവശ്യത്തിന് ലഭ്യമല്ല. കൂടാതെ ഇത്രനാളും സ്വകാര്യ മേഖലയിൽ നിലവിലില്ലാത്ത യോഗ്യതാ നിഷ്കർഷ പെട്ടെന്ന് സർക്കാർ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടവും തൽഫലമായ സാമൂഹിക പ്രത്യാഘാതവും കണക്കിലെടുക്കേണ്ടതുണ്ട്. ചികിത്സാ രംഗത്തെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ദേശീയ സമിതിയായ NABH പോലും ആയുർവേദ നഴ്സ്, ഫാർമസിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് തൊഴിൽ ചെയ്യുന്നതിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോഴ്സ് പാസ്സായവരാകണമെന്ന നിബന്ധന പറയുന്നില്ല.
നിലവിൽ MABH അംഗീകാരമുള്ള സ്ഥാപനങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അടക്കം അപേക്ഷിച്ചാൽ പരിശോധന കൂടാതെ തന്നെ ക്ലിനിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് നൽകണമെന്ന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പറയുന്നുണ്ട് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ആയുർവേദ നഴ്സ്, ഫാർമസിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകൾ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോഴ്സ് പാസ്സായവരാകണമെന്ന ഇതേ ആക്ടിന് കീഴിലെ SMRലെ നിബന്ധനയിലെ വൈചിത്ര്യം വ്യക്തമാവുക. സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോഴ്സ് പാസ്സായവരാകണമെന്ന നിബന്ധനയോ കേന്ദ്ര ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ പറയുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ ആയുർവേദ MRS എന്തുകൊണ്ട് ഇപ്രകാരമായി എന്ന് ദുരൂഹതയുണർത്തുന്നു. ഈ MSR നിബന്ധനകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ആയുഷിന് കീഴിലെ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം നടത്തുന്ന ഗുരുശിഷ്യ പരമ്പര പദ്ധതിയിൻ കീഴിൽ ബിരുദാനന്തര ബിരുദക്കാർക്ക് പ്രത്യേക ചികിത്സാ മേഖലകളിൽ വൈദഗ്ധ്യം നേടുന്നതിനുള്ള ഗുരുക്കന്മാരായി അംഗീകരിച്ച പ്രഗത്ഭ ചികിത്സകരും അതേസമയത്ത് ഇതിൽ പറയുന്ന രീതിയിൽ അതാത് മേഖലയിലെ ബിരുദാനന്തര ബിരുദം അഥവാ PG ഡിപ്ലോമ ഇല്ലാത്തവരുമായ ഗുരുക്കന്മാരുടെ സ്ഥാപനങ്ങൾക്ക് അവരവരുടെ വൈദഗ്ധ്യ മേഖലകളിൽ ചികിത്സ നടത്താനാകുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. കേരളത്തിലെ ആയുർവേദ രംഗത്തിന്റെ നിലനിൽപ്പിനായി ഇത്തരം അടിസ്ഥാന വസ്തുതകൾ കണക്കിലെടുത്ത് ആയുർവേദ രംഗത്തെ സംഘടനകളുമായി വിശദമായി ചർച്ച നടത്തി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിലെ ആയുർവേദ MSR ഭേദഗതി ചെയ്യണമെന്ന് AHMA ആവശ്യപ്പെടുന്നു.